ഹലോ മക്കളെ, അപ്പൊ നമ്മളെ ജെനറ്റിക്സ് ഓഫ് ഫ്യൂച്ചർ ചാപ്റ്റർ അഥവാ നാളെയുടെ ജനിതകം ഓക്കെ, ആ ഒരു ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് സ്ഥിരം എക്സാമിന് വരുന്ന ഒരു പോർഷനാണ് നമ്മളുടെ ഇൻസുലിൻ്റെ ആ ഒരു ഭാഗം. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഇൻസുലിൻ എവിടെ നിന്നാണ് കിട്ടുന്നത്? ബാക്ടീരിയയിൽ നിന്നാണ് കിട്ടുന്നത് നമുക്ക് അതിനകത്ത് പറഞ്ഞു തരുന്നുണ്ട് അല്ലേ. അപ്പൊ ആ ഒരു പ്രോസസ്സ്, നമ്മൾ ബാക്ടീരിയയിൽ നിന്ന് അതിനെ എടുക്കുന്ന ആ ഒരു പ്രോസസ്സ് എന്താണെന്ന് ഇമ്പോർട്ടൻ്റ് ആണ്, എപ്പോഴും ചോദിക്കുന്ന ഒരു സാധനമാണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ ഒരു ഒറ്റ വീഡിയോയിൽ ആ ഒരു കാര്യം നിങ്ങൾക്ക് ഫുൾ പക്കയാക്കി തരാൻ വേണ്ടി പോവാണ്. ഓക്കെ, അപ്പൊ എല്ലാവരും കണ്ടോ? അപ്പൊ ഇത്രയും മിസ് ഇത്ര വേണ്ടി നിങ്ങൾക്ക് വേണ്ടി അത്രയും ഒരു എഫേർട്ട് എടുക്കുന്നുണ്ട്, മിസ്സിന് വേണ്ടി തിരിച്ച് എന്ത് തരിക? ആ ഒരു ലൈക്ക് ബട്ടൺ, ആ ഒരു കമന്റ് ബോക്സിൽ ഒരു ഹാർട്ട് മതി, നിറഞ്ഞു, മനസ്സ് നിറഞ്ഞു. ഓക്കെ, റെഡി? അപ്പൊ ഏറ്റവും ആദ്യം നമുക്കറിയാം നമ്മുടെ ഹ്യൂമൻ സെല്ല് അല്ലെ, നമ്മളുടെ മനുഷ്യകോശം ഇല്ലാതെ നമുക്ക് എന്ത് കിട്ടില്ല? മനുഷ്യന്റെ ജീനായിട്ടുള്ള മനുഷ്യന്റെ ജീനുകളിലാണ് എന്തുള്ളത്? ഈ ഇൻസുലിൻ ജീൻ ഉള്ളത്. അപ്പൊ ആ ഇൻസുലിൻ ജീൻ വേണമെങ്കിൽ നമുക്ക് എന്ത് വേണം? നമ്മുടെ ഹ്യൂമൻ സെൽ അഥവാ മനുഷ്യന്റെ കോശം വേണം അല്ലെ. അപ്പൊ ഏറ്റവും ആദ്യം നമുക്ക് എന്ത് വേണം? നമ്മുടെ ഹ്യൂമൻ സെൽ അഥവാ നമ്മുടെ മനുഷ്യ കോശം നമുക്ക് ആവശ്യമാണ് അല്ലെ, മനുഷ്യകോശം. അപ്പൊ ഈ മനുഷ്യകോശം എടുത്തു. അതേപോലെ തന്നെ നമുക്കിത് കൊണ്ടുപോകാൻ ആരെയാണ് വേണ്ടത്? കൊണ്ടുപോകാൻ വന്നതാണ് ഞാൻ. ആര്? നമ്മുടെ ബാക്ടീരിയന്റെ അകത്തേക്കാണ് നമുക്ക് ഇതിനെ കൊണ്ടിടേണ്ടത് അല്ലെ. അപ്പൊ ബാക്ടീരിയക്ക് സ്വന്തമായിട്ട് അതിന്റെ ഒരു ജനിതക വസ്തു അഥവാ ജനറ്റിക് മെറ്റീരിയൽ ഉണ്ട്, നമ്മൾ ന്യൂക്ലിയോയിഡ് എന്ന് വിളിക്കും. ഇത് കൂടാതെ ഇവർക്ക് എന്തുണ്ട്? ഒരു സർക്കുലാർ DNA, ഒരു വൃത്തത്തിലുള്ള ഒരു DNA ഉണ്ട്. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? പ്ലാസ്മിഡ് എന്ന് വിളിക്കുക അല്ലെ. പ്ലാസ്മിഡ് എന്ന് വിളിക്കും. ഈ പ്ലാസ്മിഡ് ആണ് എന്ത്? നമ്മുടെ വെക്ടർ എന്ന് പറയുന്നത് അല്ലെ, നമ്മുടെ വാഹകൻ എന്ന് പറയുന്നത് ഈ പ്ലാസ്മിഡ് ആണ്. ഓക്കെ, അതായത് ഈ ജീനിനെ, ഈ ഇൻസുലിൻ ജീനിനെ ബാക്ടീരിയന്റെ ഉള്ളിലേക്ക് കൊണ്ടുപോകാനുള്ള വാഹനം, കൊണ്ടുപോകാൻ വന്നതാണ് ഞാൻ പറഞ്ഞില്ലേ. അപ്പൊ ആ ഞാൻ ആരാണ്? പ്ലാസ്മിഡ് ആണ്. അപ്പൊ പ്ലാസ്മിഡിനെ നമുക്ക് എന്ത് ചെയ്യണം? വശീകരിക്കണം അല്ലെ. നമ്മൾ എന്ത് ചെയ്യണം? പ്ലാസ്മിഡിനെ പുറത്തേക്ക് കൊണ്ടുവരണം. ഓക്കെ, അപ്പൊ പ്ലാസ്മിഡിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? പുറത്തേക്ക് കൊണ്ടുവന്നു. അതേപോലെ ഇവിടുന്ന് നമ്മൾ ആരെ കൊണ്ടുവന്നു? നാഗവല്ലിനെയൊക്കെ വിളിച്ചുകൊണ്ട് വരുന്ന പോലെ ആരെ കൊണ്ടുവന്നു? നമ്മൾ ഇതിനകത്ത് നമ്മളുടെ വേറെ കളർ കൊടുക്കാം അല്ലേ. ഏത് കളർ കൊടുക്കും? നമുക്കൊരു നീല എടുക്കാം. ഓക്കെ, അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്തു? നമ്മളുടെ ഇൻസുലിൻ ജീന്, ഇതാണ് ആര്? ഇൻസുലിൻ ജീന്. ഓക്കെ, ഇൻസുലിൻ ജീനെ നമ്മൾ റെസ്ട്രിക്ഷൻ എൻഡോ ന്യൂക്ലിയേസ് അഥവാ നമ്മളെ ജനിതക കത്രിക, ജനറ്റിക് സിസേഴ്സ് യൂസ് ചെയ്ത് നമ്മൾ ഇതിനകത്ത് നിന്ന് വെട്ടിയെടുത്ത് ഇവിടെ വെച്ചു. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇതിനെ ഇതിലേക്ക് ഒട്ടിച്ചു കൊടുക്കണം അല്ലെ. അപ്പൊ അതാണ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ, അപ്പൊ നമ്മളുടെ ഈ പ്ലാസ്മിഡിലേക്ക് ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ പ്ലാസ്മിഡ് ഇത് അവിടെ ഉണ്ട്. ഓക്കെ, ഇതാണ് നമ്മളെ പ്ലാസ്മിഡ്. അതിലേക്ക് നമ്മൾ എന്ത് ചെയ്തു? നമ്മളുടെ ഈ പറയുന്ന വ്യക്തിനെ നമ്മൾ, ഓക്കെ, ഇതാണ് എന്ത്? നമ്മളുടെ ഇൻസുലിൻ ജീന്. ഇത് നമ്മളെ പ്ലാസ്മിഡ് ആണ്. ഓക്കെ, ഇത് പ്ലാസ്മിഡ്. ഇവിടെ എന്ത് നടന്നു? ലൈഗേഷൻ നടന്നു, അഥവാ മലയാളത്തിൽ എന്ത് പറയാം? ലിഗേഷൻ. ഓക്കെ, ലിഗേഷൻ അതായത് നമ്മൾ ലിഗേസ് യൂസ് ചെയ്തിട്ട്, ലിഗേസ് എന്ന് പറയുന്ന നമ്മളുടെ ജനിതക പശ അഥവാ ജനറ്റിക് ഗ്ലൂ യൂസ് ചെയ്ത് നമ്മൾ ഇതിനെ രണ്ടിനെ എന്താക്കി? ഒന്നാക്കി. എന്നിട്ട് നമ്മൾ ഇതിനെ എന്ത് ചെയ്യാണ്? ഈ ഒരാളെ, ഓക്കെ, ഈ ഒരാളെ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ബാക്ടീരിയൽ സെല്ലിനകത്തേക്ക് കൊടുത്തു. ഓക്കെ, നമ്മൾ എന്ത് ചെയ്തു? ബാക്ടീരിയൽ സെല്ലിനകത്തേക്ക് കൊടുത്തു. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എന്തായി? ഈ ബാക്ടീരിയ എല്ലാവരും എന്തായി? ഈ ബാക്ടീരിയയുടെ ജനറ്റിക് മെറ്റീരിയലിന്റെ അഥവാ ജനിതക വസ്തുവിന്റെ ഒരു ഭാഗമായിട്ട് മാറി ആര്? ഈ പറഞ്ഞ നമ്മളുടെ ഇൻസുലിൻ ജീൻ. പിന്നെ നമ്മളുടെ ബാക്ടീരിയ റീപ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് അല്ലെ, ഇപ്പൊ ഈ ഒരു ബാക്ടീരിയ, ഇവിടെ ഒരു ബാക്ടീരിയ ഉണ്ട്. ഓക്കെ, ഇതാണ് നമ്മളുടെ പ്ലാസ്മിഡ്. ഓക്കെ, നമ്മൾ ലൈഗേറ്റ് ചെയ്ത് വിട്ട പ്ലാസ്മിഡ് ഇതാണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പൊ ഈ ഒരു ബാക്ടീരിയ ബൈനറി ഫിഷൻ വഴി റീപ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എന്തുണ്ടാകും? ഇവർക്ക് 2 കുട്ടികൾ ഉണ്ടാകും. അതും എന്തായിരിക്കും? ഇത് തന്നെയായിരിക്കും. വീണ്ടും ഈ ഒരു ബാക്ടീരിയ റീപ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അവർക്കും, ഓക്കെ, ഒരു മിനിറ്റ്, ഇവർക്കും 2 കുട്ടികളുണ്ടാവും. അവരും എന്തായിരിക്കും? ഇതേപോലെ നമ്മളുടെ ഈ പറയുന്ന ഇൻസുലിൻ ജീൻ ഉള്ളവരായിരിക്കും. അങ്ങനെ നമ്മളെ ബാക്ടീരിയ റീപ്രൊഡ്യൂസ് ചെയ്യുന്നതിൽ മൊത്തം എന്തുണ്ടാകും? ഈ ഒരു നമ്മളുടെ ഇൻസുലിൻ ജീൻ ഉണ്ടാകും. അപ്പൊ ഇവർ ഉണ്ടാക്കുന്ന ഇൻസുലിൻ എന്ന് പറയുന്നത് പക്ഷെ ഹ്യൂമൻ ബോഡിയിൽ നിന്ന് വന്നതായതുകൊണ്ട് തന്നെ ഇവർക്ക് ഇതെന്തായിരിക്കും? ഇൻആക്റ്റീവ് ആയിട്ടുള്ള അഥവാ നിർവീര്യമായിട്ടുള്ള ഇൻസുലിൻ ആയിരിക്കും അല്ലെ. അപ്പൊ ഇതിനെ നമ്മൾ എടുത്തിട്ട് എന്താക്കണം? ആക്റ്റീവ് ആക്കിയിട്ട് മാറ്റണം. അങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടുക? ഇൻസുലിൻ കിട്ടുന്നത്.
അല്ലെ. പക്ഷെ പിന്നെ നമ്മൾ ചാപ്റ്റർ പ്രോഗ്രസ് ആകുമ്പോൾ നമ്മൾ പഠിക്കുന്നുണ്ട് ഈ ബാക്ടീരിയ എന്നൊക്കെ എടുക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് നമ്മൾ ഫാം ആനിമൽസ് അഥവാ മരുന്ന് തരുന്ന മൃഗങ്ങളെ ഉപയോഗിക്കുന്നുണ്ട് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ. യെസ്, അപ്പൊ ഇത്രയാണ് എന്ത് നമ്മളുടെ ഇൻസുലിനെ എങ്ങനെയാണ് നമ്മൾ എടുക്കുന്നത് എന്നുള്ള ആ ഒരു പ്രോസസ്സ്. ഓക്കെ, ഇത് വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഈ ഒരു പ്രോസസ്സ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. ഓക്കെ, റെഡി? അപ്പോൾ ഈ ഒരു വീഡിയോന് താഴെ എൻ്റെ മക്കൾ എന്ത് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടെ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് എന്തായാലും വരും എന്ന് പറഞ്ഞിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോന് താഴെ കമൻറ്റ് ചെയ്യുക, നമ്മുടെ ഫാം ആനിമൽസ്, ഓക്കെ, മരുന്ന് തരുന്ന മൃഗങ്ങളിൽ ഏതെങ്കിലും ഒരു മൃഗത്തിന്, നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മൃഗത്തിന് നിങ്ങൾ താഴെ കമൻറ്റ്. ഒരു ക്ലൂ തരാം, നമ്മളുടെ ജയസൂര്യയുടെ ഭയങ്കര എന്താ പറയുക ഫേമസ് ആയ ഒരു പടം എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, എത്രയൊക്കെ ക്ലൂ തരാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു ഫാം ആനിമലിനെ എന്ത് ചെയ്യുക, താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതേപോലെ ഇനി നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിൽ ഇനി വന്നുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ അതേപോലെ ലൈവ് ക്ലാസ്സസ് ഒക്കെ കറക്റ്റ് അറ്റൻഡ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ഫാം ആനിമലിനെ താഴെ കമൻറ്റ് ചെയ്യുക.